ഞങ്ങളിത് രാത്രി ഒരുങ്ങി ഇങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചത് സമയം ഉണ്ടായില്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിന്, അത് 7ാമത്തെ ഉത്സവത്തിനാണ് വന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൈകോർത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. പഴുക്കമണ്ഡപം തൊഴാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു സമയമാകുമ്പോഴേക്കും അമ്പലത്തിൽ എത്താറുള്ളത്, കാണിക്കട്ട് തൊഴാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അമ്പലത്തിലെ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങളിത് ഓരോരുത്തരോടൊക്കെ സംസാരിച്ച് പരിചയമുള്ളവർ മാത്രം ചുറ്റുപാട് കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേരെടുത്ത് വന്നിട്ട് വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ നന്നായിട്ട് നമ്മളോട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓപ്പോള വരെ സംഗീതോപ്പോളല്ലേ ഇത്, സംഗീതോപ്പോള ഞാൻ വീഡിയോയിൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു പാട്ടൊക്കെ കേട്ട് എന്നും വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോൾ അമ്പലത്തിലൊക്കെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ട് ഓരോ ദിവസം ഓരോരോ രീതിയിലാണ് കേട്ടോ അമ്പലം അലങ്കരിച്ചിരിക്കുന്നതും എല്ലാം. അപ്പോൾ ഓരോരോ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലെ ഉത്സവം പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇല്ലത്തെത്തിയതിന് ശേഷമാണ് കേട്ടോ ഊണ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഊണ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ നമ്മളിത് അപ്പുറത്തുള്ള ഫാൻസി ഷോപ്പിലൊക്കെ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പോണ്ട നാളെ പോയാൽ മതിയോ ഇന്ന് പോയാൽ മതിയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ എന്നാൽ നാളെ പോവാലോ സമയമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളിത് കൈ കൊടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഈ ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ളൊരു പാരറ്റ് ഗ്രീൻ കളറാണ്, 3XL സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ റേറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ അത് അമ്പലത്തിൽ നമ്മളിങ്ങനെ ഓരോ നടകളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ചത് നല്ല രസമായിട്ട് കാണാൻ പറ്റും, പല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹരിയേട്ടൻ്റെ വക നല്ല ട്രീറ്റ് ആയിരുന്നു. ഞാനും അമ്മും പൊന്നും സുനിലേട്ടനും അതുപോലെ തന്നെ സംഗീതപ്പോഴും ഒക്കെ ഞങ്ങൾ അവക്കാഡോ ഷേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പപ്പായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരിയേട്ടനൊക്കെ ചിക്കു സ്ട്രോബെറി അങ്ങനത്തെയൊക്കെയാണ് പറഞ്ഞത്. എന്താ ഒരു കള്ളച്ചിരിയൊക്കെ എന്നാലും ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ. അപ്പൊ ഇഷ്ടായോ? നല്ല ഇഷ്ടായി. അങ്ങനെ ഈ ഒരു ഉത്സവത്തിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.